നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂക്ഷിക്കാൻ പറഞ്ഞ 11 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തേത്, ഇയ്യാക്കും വൽ കദിബ, കളവിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന്. അഥവാ കളവ് പറയാൻ പാടില്ല. കളവ് പറഞ്ഞാൽ നമ്മളെ നരകത്തിലേക്കാണ് അത് എത്തിക്കുക. സത്യം പറഞ്ഞാൽ നമ്മളെ സ്വർഗത്തിലേക്കാണ് എത്തിക്കുക. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കളവിനെ സൂക്ഷിക്കണം, അഥവാ കളവ് പറയരുത് എന്ന്. രണ്ടാമതായിട്ട് പറഞ്ഞു, ഇയ്യാക്കും വൽ ഹസദ, അസൂയ, അതിനെ നിങ്ങൾ സൂക്ഷിക്കണം. അസൂയ ഉണ്ടാവാൻ പാടില്ല. കാരണം തീ വിറകിനെ നശിപ്പിക്കുന്നത് പോലെ നന്മകളെ അസൂയ നശിപ്പിക്കും എന്ന്. അപ്പോൾ അസൂയ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന നഷ്ടം എന്താണ്? നമ്മുടെ അമലുകൾ, നമ്മൾ ചെയ്ത ഇബാദത്തുകൾ, അത് നശിച്ചു പോകും. തീ വിറകിനെ എത്ര പെട്ടെന്നാണത് തിന്നുകളയുന്നത്, എത്ര പെട്ടെന്നാണ് അതിനെ കരിച്ചു കളയുന്നത്. അതുപോലെ നമ്മുടെ ഇബാദത്തുകളെ നശിപ്പിച്ചു കളയുന്ന ഒരു കാര്യമാണ് അസൂയ എന്ന് പറയുന്നത്. അത് നമുക്കുണ്ടാവാൻ പാടില്ല. അപ്പോൾ അസൂയ, അതിനെ നിങ്ങൾ സൂക്ഷിക്കണം, അഥവാ അസൂയ ഉണ്ടാവാൻ പാടില്ല എന്ന്. മൂന്നാമതായിട്ട് പറയുന്നത്, ഇയ്യാക്കും വത്വമഅ, ഇയ്യാക്കും വത്വമഅ, അത്യാഗ്രഹം നിങ്ങൾ സൂക്ഷിക്കണം. കാരണം അതുകൊണ്ട് ദാരിദ്ര്യമാണ് ഉണ്ടാവുക എന്ന്. അത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയാലും മതിയാവാത്ത അവസ്ഥ. അതും കിട്ടണം, അതിൻ്റെ അപ്പുറത്തുള്ളതും കിട്ടണം. ഇങ്ങനെ എത്ര കിട്ടിയാലും മതിയാവാത്ത അവസ്ഥ. ഭക്ഷണത്തിലാവട്ടെ, വസ്ത്രത്തിലാവട്ടെ, സമ്പത്തിലാവട്ടെ, വീടിൻ്റെ വിഷയത്തിലാവട്ടെ, എത്ര കിട്ടിയാലും മതിയാവാത്ത അവസ്ഥ. അത് ദാരിദ്ര്യത്തിലേക്കാണ് എത്തിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പോൾ അത്യാഗ്രഹം നമുക്ക് പാടില്ലാത്തതാണ്. നാലാമതായിട്ട് പറയാനുള്ളത്, ഇയ്യാക്കും വമാ യഅ്തദിറു മിൻഹു, ക്ഷമാപണം നടത്തേണ്ടി വരുന്ന കാര്യത്തിനെ തൊട്ടും നിങ്ങൾ സൂക്ഷിക്കണം എന്ന്. അഥവാ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവുക, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചു പോവുക, അങ്ങനെ ചെയ്ത് പിന്നെ നമുക്ക് തോന്നുക അത് പറയേണ്ടിയില്ലായിരുന്നു, അത് ചെയ്യേണ്ടിയില്ലായിരുന്നു എന്ന് നമുക്ക് തോന്നുക. അങ്ങനെ നമ്മൾ ചെയ്യരുത്. അപ്പോൾ ക്ഷമാപണം നടത്തേണ്ടി വരുന്ന കാര്യത്തിനെ തൊട്ടും നിങ്ങൾ സൂക്ഷിക്കണം. ഇപ്പം സംസാരിക്കുന്ന സമയത്തും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ചെയ്തു കഴിഞ്ഞ്, അല്ലെ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ അത് ഞാൻ പറഞ്ഞു പോയതാണ്, അത് ഞാൻ ചെയ്തു പോയതാണ് എന്ന് ക്ഷമാപണം നടത്തേണ്ടി വരുന്ന കാര്യങ്ങളെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയാൻ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അഞ്ചാമതായിട്ട് പറയാനുള്ളത്, ഇയ്യാക്കും വസ്സിന, വ്യഭിചാരം നിങ്ങൾ സൂക്ഷിക്കണം എന്ന്. വ്യഭിചാരം നിങ്ങൾ സൂക്ഷിക്കണം, അതുകൊണ്ട് വലിയ ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് വ്യഭിചാരം ചെയ്യരുത് എന്ന്. ആറാമതായിട്ട് പറയുന്നത്, ഇയ്യാക്കും വൽ ഗീബത്ത, ഗീബത്തിനെ സൂക്ഷിക്കണം. ഗീബത്ത് എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാത്തത് അവരെക്കുറിച്ച് നമ്മൾ പറയുക. അങ്ങനെ ആ ഗീബത്തിനെ കുറിച്ച് നമ്മൾ സൂക്ഷിക്കണം എന്ന്. ഗീബത്ത് പറയാൻ പാടില്ല, അത് വലിയ കുറ്റമാണ്, വലിയ തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഏഴാമത്തത് എന്താണ്? ഇയ്യാക്കും വദ്ദുൽമ, അക്രമത്തിനെ നിങ്ങൾ സൂക്ഷിക്കണം. അക്രമം ചെയ്യരുത്. ഒരാളെയും നമ്മൾ എന്ത് ചെയ്യരുത്? അക്രമം ചെയ്യാൻ പാടില്ല. അക്രമം എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് തല്ലലും അതുപോലെ തന്നെ ഇടിക്കലും മാത്രമല്ല, ബുദ്ധിമുട്ടാക്കലും അക്രമമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട് ഒരു ഹദീസിൽ, ഒരാളോട് പൈസ വാങ്ങി, കടം വാങ്ങി എന്നിട്ട് കൊടുക്കാതിരിക്കുക, ബുദ്ധിമുട്ടാക്കുക, അതും അക്രമം തന്നെയാണ്. അതുപോലെ മറ്റു പല രൂപത്തിലും ബുദ്ധിമുട്ടാക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്, അതൊക്കെ അക്രമം തന്നെയാണ്. നമ്മൾ അക്രമം എന്ന് മനസ്സിലാക്കി വെച്ചത് വെട്ടലും കുത്തലും തല്ലലും മാത്രമാണ്. അങ്ങനെ അത് മാത്രമല്ല, മറ്റൊരാളെ ബുദ്ധിമുട്ടാക്കലും തന്നെയാണ് അക്രമം തന്നെയാണ്. അപ്പോൾ ഇയ്യാക്കും വല്ലുൽമ, അക്രമത്തിനെ നിങ്ങൾ സൂക്ഷിക്കണം, അക്രമം ചെയ്യരുത്, അക്രമം നമ്മൾ ചെയ്യരുത് എന്ന്. എട്ടാമതായിട്ട് പറയുന്നു, അതിൻ്റെ ഭാഗം തന്നെ പറയാണ്, ഇത്തഖി ദഅവത്തൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന നീ സൂക്ഷിക്കണം. കാരണം എന്താ? ആക്രമിക്കപ്പെട്ടവൻ്റെ ദുആ അത് സ്വീകരിക്കപ്പെടും എന്നാണല്ലോ. അപ്പം അതുകൊണ്ട് ആക്രമിക്കപ്പെട്ടവൻ്റെ ദുആ നീ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. നമ്മൾ ആക്രമിച്ചു, അങ്ങനെ അവൻ ദുആ ചെയ്തു, അത് സ്വീകരിക്കും. അപ്പോൾ ആക്രമിക്കപ്പെട്ടവൻ്റെ ദുആയും നീ സൂക്ഷിക്കണം എന്ന്. പിന്നെ 9-ാമത്തെ എന്താണ്? ഇയ്യാക വ ഖരീന സൂഇ, ചീത്ത കൂട്ടുകാരനെ നീ സൂക്ഷിക്കണം. ചീത്ത കൂട്ടുകാരന് ഉണ്ടായ എന്താ വിഷയം? അവനിലൂടെയാണ് നീ അറിയപ്പെടുക എന്ന്. അപ്പം നമ്മളെ നോക്കുക, നമ്മളെ കൂട്ടുകാരൊക്കെയാണ് എന്നാണല്ലോ നോക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നല്ല കൂട്ടുകാരെ കൂടെയാണ് നമ്മളെ മക്കളെ നമ്മൾ പറഞ്ഞേക്കേണ്ടത്, കൂട്ടുകൂട്ടേണ്ടത്. അല്ലെങ്കിൽ വലിയ വിഷയമാണ്, അവർ ചീത്തയായി പോവും. ആ ചീത്ത കൂട്ടുകാരനിലൂടെയായിരിക്കും നമ്മളെ മക്കളെ അറിയപ്പെടുക, നമ്മളെ മക്കൾക്ക് ചീത്ത കൂട്ടുകാരനാണെങ്കിൽ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? മക്കളെ ചീത്ത കൂട്ടുകാരെ കൂട്ടത്തിൽ കൂട്ടാൻ പാടില്ല, അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇയ്യാക വ ഖരീന സൂഇ, ചീത്ത കൂട്ടുകാരനെ സൂക്ഷിക്കണം. ചീത്ത കൂട്ടുകാർ നമുക്കും ഉണ്ടാവരുത്, നമ്മുടെ മക്കൾക്കൊന്നും ഉണ്ടാവരുത് എന്ന്. 10-ാമത്തതായിട്ട് പറയുന്നത് ഇത്തഖൂ മവാളിഅത്തുഹം, തെറ്റിദ്ധാരണയുടെ സ്ഥലങ്ങൾ, ഇടങ്ങൾ നമ്മൾ സൂക്ഷിക്കണം, നിങ്ങൾ സൂക്ഷിക്കണം എന്ന്. തെറ്റിദ്ധാരണയുടെ ഇടങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം എന്ന്. തെറ്റിദ്ധാരണ ഉണ്ടാവുന്ന കാര്യം നമ്മൾ ചെയ്യരുത്. നമ്മളിപ്പോൾ ഒരു വീട്ടിലേക്ക് കയറി പോവുകയാണ്, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ആ സമയത്തൊക്കെ തെറ്റിദ്ധാരണ വരുന്നുണ്ടോ എന്ന് നമ്മൾ എന്താക്കണം? ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനൊരു ഇത് പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും തെറ്റിദ്ധാരണ നമ്മളെ പറ്റി ഉണ്ടാവരുത്. ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കള്ള് ഷാപ്പിലേക്ക് ഒരു പുരുഷനായ ഒരാളിങ്ങനെ പോവുകയാണ്. കാരണം അയാൾ കള്ളുടിക്കാൻ പോവുകയല്ല, പക്ഷേ അയാൾക്കൊരാൾ പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ കള്ള് ഷാപ്പിൻ്റെ മാനേജറാണ് അയാൾ. അപ്പോൾ പൈസ വാങ്ങാൻ പോവാണ് അങ്ങോട്ട്. അപ്പോൾ അത് മറ്റുള്ള നാട്ടുകാർ കണ്ട്, അപ്പോൾ പറഞ്ഞ് അങ്ങോട്ട് അയാൾ കള്ള് കുടിക്കാൻ പോയി എന്ന് പറയൂലേ? അപ്പോൾ തെറ്റിദ്ധാരണ വരുത്തില്ലേ? അപ്പോൾ അയാൾ അങ്ങോട്ട് പൈസ വാങ്ങാൻ പോകരുത്. അയാൾ കള്ളു കുടിക്കാൻ പോയതല്ല, പൈസ വാങ്ങാൻ പോയതാണ്. അയാൾക്ക് കടം കൊടുത്ത പൈസ വാങ്ങാൻ പോയതാണ്. അപ്പോൾ തെറ്റിദ്ധാരണ വരുത്തുകയാണ് അവിടെ. അത് ഒരു ഉദാഹരണം പറഞ്ഞാണ്. അപ്പോൾ അതുപോലെ തെറ്റിദ്ധാരണ വരുത്തുന്ന കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം എന്ന്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ വരുന്ന വിഷയം നമ്മൾ ചെയ്യരുത്. നമ്മളൊരു തെറ്റ് ചെയ്യാൻ പോവുകയാണെന്നാണ് ആളുകൾ വിചാരിക്കുക. പക്ഷേ നമ്മളെന്തിനു പോയതാണ്? നമ്മളെ എന്തോ ആവശ്യത്തിന് വേണ്ടി പോയതാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇനി അവസാനത്തേത്, 10-ാമത്തേത്, വത്തഖുശ്ശുഹാ, പിശുക്കിനെ നിങ്ങൾ സൂക്ഷിക്കണം. കടുത്ത പിശുക്ക്, അത് നമ്മൾ സൂക്ഷിക്കണം. ചില ആളുകളുണ്ടാവും അങ്ങനെ. കടുത്ത പിശുക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയത്തിലും ഭയങ്കര പിശുക്ക്, അത് നമ്മൾ കാണിക്കാൻ പാടില്ല. നമുക്ക്
അന്ന് പിശുക്കും ഉണ്ടാകാൻ പാടില്ല. അമിതമായിട്ട് സമ്പത്ത് ചെലവാക്കാനോ അങ്ങനെയും പാടില്ല. മിതമായ നിലക്കാണ് വേണ്ടത് ഒരു മുഅ്മിനായ മനുഷ്യൻ. പണം ആവശ്യത്തിന് മാത്രം ചെലവാക്കുക, ആ ഒരു രൂപത്തിലാണ് ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടാവേണ്ടത്. അപ്പോൾ പിശുക്കിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരു പൈസയോ ആർക്കും കൊടുക്കൂല, ഒരു സാധനവും ആർക്കും കൊടുക്കൂല. അങ്ങനെയുള്ള പിശുക്ക് ജീവിതത്തിൽ സ്വന്തം ഒന്നും പിശുക്കായിട്ടാണ് ജീവിക്കുന്നത്, മറ്റുള്ളവരെയും ബുദ്ധിമുട്ടാക്കും. അങ്ങനത്തെ പിശുക്ക് അത് നിങ്ങൾ സൂക്ഷിക്കണം. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല പിശുക്ക്. കാരണം ഫഇന്ന ശുഹ അഹ്ലക മൻ കാന ഖബ്ലകും, പിശുക്കാണ് നിങ്ങളെ മുൻഗാമികളെ നശിപ്പിച്ചിട്ടുള്ളത് എന്ന്. അതുകൊണ്ട് നമുക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിശുക്ക് കൊണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അമിതമായിട്ട് ചെലവഴിക്കാതെ, തീരെ ചെലവഴിക്കാതിരിക്കുകയും ചെയ്യാതെ മിതമായ നിലക്ക് നമ്മൾ എന്ത് ചെയ്യണം? ചെലവാക്കുകയാണ് വേണ്ടത്. അപ്പോൾ പിശുക്ക് നമുക്ക് പാടില്ല, പിശുക്കിനെ നമ്മൾ സൂക്ഷിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ 11 കാര്യങ്ങൾ സൂക്ഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇതൊക്കെ സൂക്ഷിച്ച് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.